ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് സുന്ദരിക്കുട്ടിയുടെ രാവിലെ തന്നെ എവിടത്തേക്കാണ് പോകണമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടാവൂലേ. ഇന്ന് സൺഡേ അല്ലേ, പള്ളിയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഓണത്തെ വരവേൽക്കാനായിട്ട് നിറയെ പൂക്കളൊക്കെ പിടിച്ചിരിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടു പോകലാണ് എൻ്റെ മെയിൻ ഹോബി. പ്രകൃതിയെ നിരീക്ഷിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഹനുമാൻ കിരീടത്തിന് അടുത്തായിട്ട് ഒരു ഒച്ചു നിൽക്കണ കണ്ടില്ലേ. ഇപ്പം മഴയായതുകൊണ്ട് ഇവനാണ് മെയിൻ താരം നാട്ടിലെ. അങ്ങനെ ഞാൻ നടന്നെത്തിയപ്പോൾ ഇതാ തോടൊക്കെ ആകെ വെള്ളം നിറഞ്ഞു. കണ്ണൂർ ജില്ലയിൽ റെഡ് അലേർട്ട് അല്ലേ, അപ്പം അതിൻ്റേതായിട്ടുള്ള എല്ലാവിധ വെള്ളക്കെട്ടൊക്കെ നിറയെ ഉണ്ടായിരുന്നു. റോഡിലൊക്കെ കാണുന്നില്ല, നിറയെ വെള്ളമായിരുന്നു. പള്ളിയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിലേക്ക് പോകാനുള്ള പുറപ്പാടാണ്. വേറൊന്നും കൊണ്ടല്ല, ഇന്ന് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ മാടായി എന്ന പ്രദേശത്ത്, അതായത് എൻ്റെ നാട്ടിലെ പ്രത്യേകമായിട്ട് വരുന്ന മാരിത്തെയ്യം വരുന്ന ഒരു ഡേ ആണ് ഇന്ന്. കർക്കിടകം 16, 17 തീയതികളിലാണ് ഇത് വീട് തോറും വരിക. മാരിത്തെയ്യം വരുന്നതായിട്ട് ഉണ്ടച്ചിനെ കണ്ടില്ലേ, വീടിൻ്റെ അകത്ത് ഒളിച്ചിരിക്കുകയാണ് അവൾ. എന്നെ സംബന്ധിച്ച് എൻ്റെ കുട്ടിക്കാലത്ത് ഭയങ്കര ആകാംക്ഷയോടെ ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കാത്തിരുന്ന ഒരു ഡേ ആണ് ഈ കർക്കിടക മാസത്തിൽ മാരിത്തെയ്യം വരുന്നത്. ഇതിന് പിന്നിൽ ഒരു ഐതിഹ്യം ഉണ്ട് കേട്ടോ. പണ്ട് മാടായി പ്രദേശത്ത് കർക്കിടക മാസത്തിൽ പകർച്ചവ്യാധികളൊക്കെ വന്നിരുന്ന സമയത്ത് അതിനെ തുരത്താൻ വേണ്ടിയിട്ട് കെട്ടിയാടിയതാണ് ഈ മാരിത്തെയ്യം എന്ന് പറയുന്നത്. അത് ഇപ്പോഴും ആചാരം തെറ്റിക്കാതെ തന്നെ കർക്കിടക മാസത്തിൽ 16-ാം തീയതിയും 17-ഉമായിട്ട് ഇത് എന്നും വീടുകൾ തോറും കയറി ഇറങ്ങുന്ന ഒരു ചടങ്ങാണ്. മാരിത്തെയ്യത്തെ കാണാൻ തന്നെ ഭയങ്കര രസമാണ്. കുട്ടികൾ ഇതിൻ്റെ പിറകെ ഓടുന്നതും ഒക്കെ കാണാൻ ഭയങ്കര രസമുള്ള ഒരു കാഴ്ച തന്നെയാണ്. എപ്പോഴും ഇത് കാണുമ്പോൾ ചെറുപ്പത്തിൽ എനിക്ക് ഇതിനെ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആകാംക്ഷയും ഭയവും ഒക്കെ തന്നെയായിരുന്നു ഇന്നും എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. ഒരു ടീച്ചറായി കഴിഞ്ഞിട്ടും അതിനെനിക്കൊരു മാറ്റവും ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഭയം ഒത്തിരി മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. തെയ്യം നമ്മളെ കണ്ടതും ഓടി അടുത്തേക്ക് വന്നു കേട്ടോ. കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. സ്കൂൾ അവധിയായതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. കുട്ടികൾ ഇതിനെ കളിയാക്കുമ്പോൾ ഇത് തിരിച്ച് പിറകെ തന്നെ ഓടുമായിരുന്നു. ഞാൻ മാരിത്തെയ്യത്തിൻ്റെ പെർമിഷനൊക്കെയോടുകൂടിയാണ് ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്ത വർഷം ഇതേപോലെ കർക്കിടക മാസത്തിൽ 16-ാം തീയതിയൊക്കെ നിങ്ങൾക്ക് മാടായിക്കാവ് സമീപത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ തെയ്യത്തിന് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ കേട്ടോ.